ഹായ്, ഹലോ, നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഭാഗം പരിചയപ്പെടാൻ പോവുകയാണ്. അതായത് കറണ്ട് അഫയേഴ്സിൽ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരം ചോദ്യ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ആ മാർക്ക് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ കൃത്യമായിട്ട് അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ജസ്റ്റ് കോഡും കാര്യങ്ങളിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും എടുത്ത് പഠിച്ചോളുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് PSC പരീക്ഷയിൽ ചോദിക്കുന്നത് നോക്കിയാലോ. നോക്കിയേ നിങ്ങൾ, പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നമുക്ക് ചോദിക്കാറുള്ളത് പത്മ പുരസ്കാരങ്ങൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട ഈ കേരള ജ്യോതി, കേരള പ്രഭ ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ, കേരള സംസ്ഥാന പുരസ്കാരങ്ങൾ ചോദിക്കാറുണ്ട്. ഇതേപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു വിഭാഗമാണ് കേരള സാഹിത്യ പുരസ്കാരം. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ, വയലാർ, ഓടക്കുഴൽ ഇങ്ങനെയുള്ള വിഭാഗങ്ങളിലെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട അന്തർദേശീയ പുരസ്കാരങ്ങളും ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് ഓരോ ഭാഗം എടുത്തൊന്ന് പരിശോധിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കാര്യം എഴുത്തച്ഛൻ പുരസ്കാരമാണ്. സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യുക. ആർക്കൊക്കെയാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്? അപ്പോൾ 2025 നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുന്നത് 2025 വ്യക്തിയുടെ പേര് KG ശങ്കരപ്പിള്ള. പക്ഷെ 24 അവാർഡ് ലഭിച്ചിരിക്കുന്നത് NS മാധവൻ. ഈ രണ്ട് വ്യക്തികളുടെ പേര് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളണം. 2024 25 NS മാധവനും അതേപോലെ തന്നെ KG ശങ്കരപ്പിള്ളയും. നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ പേരുകൾ കണക്ട് ചെയ്തോ നിങ്ങൾ? NS മാധവൻ, KG ശങ്കരപ്പിള്ള എന്ന് കണക്ട് ചെയ്തോ? ഇനി അടുത്തായിട്ട് ഏത് അവാർഡാ ഇത്? എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ? അപ്പൊ അവിടെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ്. ഇതാ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. എഴുത്ത് പഠിച്ചിട്ടുള്ള മാധവൻ എന്ത് ചെയ്യുന്നു? വലിയ പിള്ളയായിട്ട് മാറുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ചെറിയ കുട്ടിയല്ല, വലിയൊരു പിള്ളയായിട്ട് മാറുന്നു കേട്ടോ. അപ്പൊ പഠിച്ച മാധവൻ എന്താകുന്നു? വലിയ പിള്ളയായിട്ട് മാറുന്നു. കിട്ടിയോ? അപ്പൊ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, എഴുത്ത് പഠിച്ച മാധവൻ എന്ന് പറയുമ്പോൾ NS മാധവനാണ് 2024. അത് 32ാമത് പുരസ്കാരം കേട്ടോ. അതായത് മലയാള ചെറുകഥാ സാഹിത്യത്തിന് നൽകിയ അതുല്യ സംഭാവനകൾക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതായത് എഴുത്തച്ഛൻ പുരസ്കാരം തന്നെ മലയാള ഭാഷയ്ക്ക് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് അവാർഡ് കൊടുക്കാറുള്ളത്. അപ്പോൾ NS മാധവന്റെ അദ്ദേഹത്തിന്റെ ചെറുകഥാ സാഹിത്യത്തിൽ നൽകിയിട്ടുള്ള അതുല്യ സംഭാവനകൾക്കാണ് അദ്ദേഹത്തിന് അംഗീകാരം കൊടുത്തേക്കുന്നത്. പിന്നെ KG ശങ്കരപ്പിള്ള 2025 അവാർഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതിൽ ഒന്നാമത്തെ കൃതി അമ്മമാർ, നെക്സ്റ്റ് അതിനാൽ ഞാൻ ഭ്രാന്തനായില്ല, സൈനികന്റെ പ്രേമലേഖനം, ഞാൻ എൻ്റെ എതിർകക്ഷി, ബംഗാൾ, ആനന്ദൻ, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കൃതികളാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഒരു പക്ഷെ അങ്ങനെയും ചോദ്യം വരാം. കിട്ടിയോ? അപ്പൊ 33ാമത് പുരസ്കാരം 2025 ആർക്കാ? KG ശങ്കരപ്പിള്ളക്ക്. 32ാമത് പുരസ്കാരം ആർക്കാ? NS മാധവന്. രണ്ട് കാര്യങ്ങൾ ഓക്കെ അല്ലേ? അടുത്ത കാര്യത്തിലേക്ക് പോവാം. അടുത്ത രണ്ട് പുരസ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വയലാർ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം. ഓക്കെ, അപ്പൊ വയലാർ പുരസ്കാരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിഷ്ഠിത സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നാണിത്. ഓക്കെ, പ്രതിഷ്ഠിത സാഹിത്യ പുരസ്കാരം. അങ്ങനെയാണെങ്കിൽ മലയാള ഭാഷയിലെ മികച്ച കൃതിക്ക നൽകുന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പം കൃത്യമായിട്ട് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്തോളണം? അവരുടെ കൃതികളും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം. കിട്ടുമല്ലോ? അപ്പം ഇവിടെ കണക്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. വയലാർ അവാർഡ് 2024 25 ആർക്കൊക്കെയാ നോക്കാം. 24 അശോകൻ ചെരുവിൽ. അതേപോലെ തന്നെ 25 സന്തോഷ് കുമാർ. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇതിങ്ങനെ കണക്ട് ചെയ്യാം. നമ്മളെ വയലിന്റെ ഒരു ചരുവിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല സന്തോഷം കിട്ടൂലേ? അങ്ങനെയൊക്കെ നടക്കാറില്ലേ നിങ്ങൾ? ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. വയലിന്റെ ചരുവിലൂടെ നടന്നപ്പോൾ എന്ത് കിട്ടി? സന്തോഷം കിട്ടി. അപ്പൊ 2024 2025 ഏത് അവാർഡ്? വയലാർ അവാർഡ്. സെറ്റ്. വയലിന്റെ ചരുവിലൂടെ നടക്കുമ്പോൾ എന്ത് കിട്ടി? സന്തോഷം കിട്ടി. അപ്പൊ കിട്ടേണ്ട കാര്യം അവരുടെ കൃതികളും കൂടെ വേണം കേട്ടോ. അശോകൻ ചെരുവിലിന്റെ കൃതിയാണ് കാട്ടൂർ കടവ്. 48ാമത് പുരസ്കാരമാണ് അശോകൻ ചെരുവിലിന് കിട്ടിയേക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതി ഏതാ? അശോകൻ ചെരുവിൽ. അദ്ദേഹത്തിന്റെ കൃതി കാട്ടൂർ കടവ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് 2025 49ാമത്തെ അവാർഡാണ് ആർക്കാ കിട്ടിയത്? സന്തോഷം കിട്ടിയില്ല. അപ്പൊ സന്തോഷ് കുമാർ. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതിയാണ് തപോമയുടെ അച്ഛൻ എന്നാണ് അദ്ദേഹത്തിന്റെ കൃതി. കിട്ടിയല്ലോ? സിമ്പിൾ അല്ലേ? കണക്ട് ചെയ്യാൻ പറ്റിയില്ലേ? നെക്സ്റ്റ് അടുത്തായിട്ട് ഓടക്കുഴൽ അവാർഡാണ്. ഓടക്കുഴൽ അവാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് കവിതയ്ക്ക് നൽകുന്ന അവാർഡ് അല്ലെ? കവിതയ്ക്ക് നൽകുന്ന പ്രധാന പുരസ്കാരമാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 2024 2025 കാലഘട്ടത്തിൽ ആർക്കൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം 2024 അരവിന്ദാക്ഷൻ
2025 EP രാജഗോപാൽ. EP രാജഗോപാൽ. ഓക്കെ, ഇതാ ഇങ്ങനെ കണക്ട് ചെയ്തോ നിങ്ങൾ. ഏതാ പുരസ്കാരം? ഓടക്കുഴൽ പുരസ്കാരം. ഇവിടുന്ന് ഓടയും എടുക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഓടയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഹൈറ്റ് നമ്മുടെ അരവരെയൊക്കെ ഹൈറ്റ് ഉണ്ടാവും അല്ലെ? അരവരെ. ഓക്കെ, അപ്പോൾ ഓടയിൽ അരവരെ വെള്ളത്തിൽ ആര് വീഴുന്നു? ഗോപാലൻ വീഴുന്നു കേട്ടോ. ഓക്കെ, എന്ത് കിട്ടിക്കോളണം? ഓടയിൽ അരവരെ വെള്ളത്തിൽ ഗോപാലൻ വീഴുന്നു. കിട്ടിയല്ലോ. അപ്പൊ ആരൊക്കെയാ? അര എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷൻ, ഗോപാലൻ രാജഗോപാലൻ. EP രാജഗോപാലൻ. കൃതിയും ഓർത്തു വെച്ചോളണം. അങ്ങനെയുള്ള കൃതികൾ ചോദിക്കാറുണ്ട്. ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് അരവിന്ദാക്ഷന്റെ ഗോപ എന്നുള്ള കൃതിയാണ് 2024 അതിന് അർഹനായിരിക്കുന്നത്. 2025 EP രാജഗോപാല എന്ന് മനസ്സിലാക്കി വെക്കുക. ഉൾക്കഥ എന്നുള്ള കൃതിക്ക് കിട്ടിയല്ലോ. ഗോപ എന്നുള്ള കൃതി, അതേപോലെ ഉൾക്കഥ എന്നുള്ള കൃതി. ഓക്കെ, ഉൾക്കഥ, ഉള്ളിലേക്ക് ഗോപാലം വീണതല്ലേ, ആ രീതിയിലൊക്കെ കണക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക്. ഓക്കെ, ഗോപ അരവരെ വെള്ളത്തിൽ ആര് വീഴാണ്? ഗോപാലൻ വീഴാണ്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? അവാർഡുകൾ കിട്ടി. പിന്നെ EP രാജഗോപാലിന്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ ചോദിക്കുകയാണെങ്കിൽ കവിതയുടെ ഗ്രാമങ്ങൾ, മീനും കപ്പലും, കഥയും ആത്മകഥയും, നിശബ്ദതയും നിർമ്മാണവും, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ കേട്ടോ. നെക്സ്റ്റ് അടുത്തായിട്ട് ജ്ഞാനപീഠ പുരസ്കാരത്തിലേക്ക് പോയാലോ. ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് ഏർപ്പെടുത്തുന്നത് ജ്ഞാനപീഠ ട്രസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് എന്ത് ഏർപ്പെടുത്തുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം. ഓക്കെ, ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും ഉന്നത പുരസ്കാരം കേട്ടോ. അതാണ് ജ്ഞാനപീഠ പുരസ്കാരം. അപ്പോൾ അത് കിട്ടിയിരിക്കുന്നത് 2024 2024 വിനോദ് കുമാർ ശുക്ല. ഓക്കെ, വിനോദ് കുമാർ ശുക്ല. നെക്സ്റ്റ് അടുത്തായിട്ട് കാര്യം മനസ്സിലാക്കേണ്ടത് 2025 60ാമത് പുരസ്കാരമാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. 25 60ാമത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് അത് കിട്ടിയിരിക്കുന്ന വ്യക്തി R വൈരമുത്തു രാമസ്വാമി എന്നാട്ടോ. R വൈരമുത്തു രാമസ്വാമി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ നിങ്ങൾ, നമുക്ക് കണക്ട് ചെയ്യണ്ടേ, സിമ്പിളായിട്ട് പഠിക്കണ്ടേ? നോക്കിക്കോ 2024 വിനോദ് കുമാർ. ഓക്കെ, നെക്സ്റ്റ് 2025 അതെന്താ? R വൈരമുത്തു രാമസ്വാമി ഇല്ലെങ്കിലും വൈരമുത്തു എന്ന് കിട്ടണം കേട്ടോ. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ജ്ഞാനം കിട്ടുന്നത് കുറച്ച് വിനോദത്തിലൂടെയൊക്കെ ജ്ഞാനം കിട്ടുകയാണെങ്കിൽ, പഠിക്കാനൊക്കെ മടിയുള്ള ആൾക്കാരായിരിക്കും പല ആൾക്കാരും, പക്ഷെ ജ്ഞാനം കിട്ടുന്നത് വിനോദത്തിലൂടെ ആണെങ്കിൽ അതൊരു വൈരം കിട്ടിയത് പോലെ അല്ലേ? ആ രീതിയിൽ കണക്ട് ചെയ്താൽ പോരെ അല്ലെ? ജ്ഞാനം കിട്ടുന്നത് വിനോദത്തിലൂടെ ആണെങ്കിൽ അതെന്താണ്? വൈരം കിട്ടിയത് പോലെയാണ്. കിട്ടിയോ? അപ്പൊ കോഡുകളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട്. ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ. ഞാനിവിടെ ജ്ഞാനപീഠോടും കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്ത് വരാം. ഓക്കെ, ജ്ഞാനപീഠം 2024 ലഭിച്ചിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ലയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? 2024 ജേതാവാണെങ്കിലും 2025 ഡിസംബർ 23 അന്തരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു പേരാട്ടോ. അപ്പോൾ വിനോദ് കുമാർ ശുക്ല 2025 ഡിസംബർ 23 അന്തരിച്ചിട്ടുണ്ട്. ഹിന്ദി സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കി വെച്ചുകൂടാ. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ജ്ഞാനപീഠമായിട്ട് ബന്ധപ്പെട്ടിട്ട് R വൈരമുത്തു 2025 കാര്യം നമ്മൾ കണക്ട് ചെയ്തു. അവിടെ കാര്യം മനസ്സിലാക്കി വെക്കുക, ഇദ്ദേഹം തമിഴ് ഭാഷയിൽ നിന്നാണ് അർഹനായിരിക്കുന്നത്. അതേപോലെ തന്നെ തമിഴ് ഭാഷയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന 3ാമത്തെ വ്യക്തിയാട്ടോ. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയിരിക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാണ്. 1965 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ജ്ഞാനപീഠം പുരസ്കാരം ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 60ാമത്തെ സാഹിത്യ പുരസ്കാരമാണെന്ന് ഞാൻ പറഞ്ഞു. 60ാമത്തെ പുരസ്കാരമായിട്ട് കൊടുക്കുന്നത്. തമിഴിലെ 3ാമത്തെ ജേതാവാണ് വൈരമുത്തു എന്നുള്ള കാര്യം കിട്ടണം. നെക്സ്റ്റ് സമഗ്ര സംഭാവനയ്ക്കാണ് ഈ രീതിയിൽ കൊടുക്കാറുള്ളത്. അടിസ്ഥാന മാനദണ്ഡം അതാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് റീകളക്ട് ചെയ്ത് പോയാലോ. അപ്പം പറഞ്ഞ കാര്യങ്ങൾ എഴുത്തച്ഛൻ പുരസ്കാരം എങ്ങനെയാണ് പഠിച്ചത്? എഴുത്തച്ഛൻ പുരസ്കാരം പഠിച്ചത് ഇങ്ങനെയാണ്. എഴുത്ത് പഠിച്ചപ്പോൾ മാധവൻ എന്ത് ചെയ്തു? വലിയ പിള്ളയായി അല്ല? ആ രീതി പഠിച്ചു കഴിഞ്ഞാൽ മാധവനും ശങ്കരൻ പിള്ളയും ഒക്കെ കിട്ടും. ഓക്കെ, അടുത്ത കാര്യം വയലാർ പുരസ്കാരം. വയലിന്റെ ചെരുവിലൂടെ നടന്നാൽ എന്ത് കിട്ടും? സന്തോഷം കിട്ടും. അത്രയേ ഉള്ളൂ. സിമ്പിൾ കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? നെക്സ്റ്റ് അടുത്തായിട്ട് ഓടക്കുഴൽ എങ്ങനെയാണ് പഠിച്ചത്? ഓടയിൽ വീഴുന്നതാണ് അല്ലേ? ആര്? അത് വീഴുന്നത് ഗോപാലനാണ്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുക. ഓടയിൽ അരവട വെള്ളത്തിൽ ആര് വീണു? ഗോപാലൻ വീണു എന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് അടുത്ത കാര്യം നോക്കിയാൽ ജ്ഞാനപീഠ പുരസ്കാരമാണ്. ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുമ്പോൾ അവിടെ കിട്ടേണ്ട കാര്യം ഇതാണ്. ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് നൽകുന്നത്. 2 വ്യക്തികൾ. അത് ജ്ഞാനം കിട്ടുന്നത് വിനോദത്തിലൂടെ ആണെങ്കിൽ അതെന്തായിട്ട് മാറും? അതൊരു വൈരം കിട്ടിയ പോലെ ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്തുള്ള കാര്യം. കൃത്യമായിട്ട് ആ കോഡൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എഴുത്തച്ഛനാണെങ്കിൽ
എഴുത്തിനെത്തിയ മാധവൻ എന്ത് ചെയ്തു? വലിയ പിള്ളയായിട്ട് മാറി അല്ല. നെക്സ്റ്റ് അടുത്തായിട്ട് എഴുത്ത് പഠിച്ച മാധവൻ വലിയ പിള്ളയായിട്ട് മാറി. നെക്സ്റ്റ് അടുത്തായിട്ട് എന്ത് ചെയ്തു? ഓടയിൽ വീഴുകയാണ് ആര്? അരയുടെ വെള്ളത്തിൽ ഗോപാലൻ. അടുത്തായിട്ട് വയലിലൂടെ ചരവിലൂടെ നടന്നു എന്ത് ചെയ്ത്? സന്തോഷം കിട്ടി അല്ല. ആ രീതി കണക്ട് ചെയ്യുക. പിന്നെ അടുത്തായിട്ട് ജ്ഞാനം കിട്ടുന്ന വിനോദത്തിലൂടെ ആണെങ്കിൽ ഒരു വൈരം കിട്ടിയ പോലെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അടുത്തായിട്ട് ഹരിവരാസന പുരസ്കാരവും അതേപോലെ തന്നെ സരസ്വതി സമ്മാനം, ഈ രണ്ട് കാര്യങ്ങളും ചോദിക്കാറുണ്ട് PSC. അപ്പോൾ ഹരിവരാസന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 2025-26 ഞാൻ കണക്ട് ചെയ്യുന്നത്. 24-25 നമ്മൾ ഇത്രയും നേരം പറഞ്ഞു പോയത്. ഇപ്പൊ 25-26. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഹരിവരാസനം 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അതേപോലെ തന്നെ 2026 ആണെങ്കിൽ തിരുവിഴ ജയശങ്കറാണ്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾ ഇതാ ഹരി നമ്പൂതിരി അല്ലേ. ഹരി നമ്പൂതിരി ജയിച്ചു എന്നുള്ള കാര്യം പഠിച്ചാൽ മതി. ഹരി നമ്പൂതിരി ജയിച്ചു. അപ്പോൾ ആരൊക്കെയാ? ഹരിവരാസന പുരസ്കാരമാണ് നമ്പൂതിരി. നമ്പൂതിരിയാ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് അല്ലേ. പിന്നെ അടുത്തായിട്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ ജയശങ്കറാണ് അല്ലേ. തിരുവിഴ ജയശങ്കർ എന്ന രീതിയിൽ കാര്യം കണക്ട് ചെയ്തു അല്ല. കിട്ടിയാ? ഹരി നമ്പൂതിരി ജയിച്ചു അല്ലേ. ഹരിവരാസന പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ശബരിമല ഹരിവരാസനം ഗാനവുമായി ബന്ധപ്പെട്ട കലാ സംസ്കാര മേഖലയ്ക്ക് നൽകുന്ന ബഹുമതി ആയിട്ടോ അത്. അപ്പോൾ തിരുവിഴ ജയശങ്കറിന്റെ മേഖല ചോദിച്ചു കഴിഞ്ഞാൽ നാദസ്വര വിദ്വാനാന്ന് കിട്ടും. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ തിരുവിഴ ജയശങ്കർ എന്താണ്? നാഗസ്വര വിദ്വാനാണ്. കിട്ടിയല്ലോ. അടുത്ത കാര്യം സരസ്വതി സമ്മാനിലേക്ക് പോകാം. കുറച്ച് സ്പീഡൊക്കെ ആകുന്നുണ്ടാകും. കൃത്യമായിട്ട് ഒന്ന് വീണ്ടും കണ്ടു നോക്കുക. കൃത്യമായിട്ട് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? പരീക്ഷ സമയത്ത് ഒന്ന് റിവൈസ് ചെയ്യാവുന്ന രീതിയിലാണ്, ഓർത്ത് വെക്കണം എന്ന രീതിയിലാണ് ഞാൻ പോകുന്നത്. കൃത്യമായിട്ട് എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് കിട്ടട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ആ രീതിയിൽ കണക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ. അപ്പോൾ സരസ്വതി സമ്മാനമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കിയേ. നൽകുന്നത് KK ബിർളയാട്ടോ. KK ബിർള ഫൗണ്ടേഷനാണ് നൽകുന്നത്. അതേപോലെ തന്നെ ഭാഷാ സാഹിത്യത്തിനാണ് പുരസ്കാരം കൊടുക്കുന്നത്. കിട്ടിയിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് മനസ്സിലായോ? 2024 ആദ്യം പറയുന്നത്. അത് മഹോപാധ്യായ സാധു ഭദ്രേഷ്ട്രാസ്. ഓക്കെ, ഈ വ്യക്തിക്കാണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പേരൊക്കെ കിട്ടണം. മഹോപാധ്യായ സാധു ഭദ്രേഷ്ട്രാസ്. ഓക്കെ, അവിടെ പേര് അവിടെ കിട്ടണം. പിന്നെ 2025 രാംകുമാർ മുഖോപാധ്യായ അല്ല. ആ മുഖോപാധ്യായക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യണ സരസ്വതി സമ്മാനല്ലേ. സമ്മാനം കിട്ടുന്നത് ആർക്ക്? ഒരു സാധുവിനാ സമ്മാനം കിട്ടുന്നത് കേട്ടോ. സാധുവിന് സമ്മാനം കിട്ടിയാൽ എന്ത് ചെയ്യും? മുഖമൊക്കെ ഒന്ന് പ്രസന്നമായിട്ട് മാറൂലേ. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. സമ്മാനം കിട്ടിയ സാധു എന്ത് ചെയ്തു? മുഖം ഒന്ന് പ്രസന്നമായി എന്നുള്ള കാര്യം കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഏത് കണക്ട് ചെയ്യേണ്ടത്? സരസ്വതി സമ്മാൻ. ഓക്കെ, കിട്ടിയടാ. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഓരോ ഐഡിയാസും ഈ രീതി കൊണ്ടുപോയിക്കൊള്ളണം. ഈ അവാർഡുകൾ, കേരളത്തിലെ അവാർഡുകളിൽ അതിന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒറ്റ പോലും തെറ്റിക്കരുത്. കൃത്യമായിട്ട് എല്ലാം കണക്ട് ചെയ്ത് തന്നു. എങ്ങനെയായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരം? ആ ജ്ഞാനം കിട്ടുന്ന വിനോദത്തിലൂടെ ആണെങ്കിൽ വൈരം കിട്ടിയ പോലെയാണ്. എങ്ങനെ ഹരിവരാസന പുരസ്കാരം? ഹരി നമ്പൂതിരി ജയിച്ചു. ഓക്കെ, നെക്സ്റ്റ് അടുത്തിടെ എങ്ങനെയാണ് സരസ്വതി സമ്മാനം കിട്ടിയ സാധു എന്ത് ചെയ്തു? മുഖം പ്രസന്നമായി. ആ രീതി കണക്ട് ചെയ്ത് വെച്ചുകൊള്ളാം. അടുത്ത കാര്യം പത്മപ്രഭ പുരസ്കാരവും JC പുരസ്കാരം. അപ്പോൾ പത്മപ്രഭയായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതാണ്. പത്മപ്രഭയായിട്ട് ബന്ധപ്പെട്ട് 2025-26 പറയുന്നത്. 2025 ആണെങ്കിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ. നെക്സ്റ്റ് അടുത്തായിട്ട് 26 R രാജശ്രീ ആണ് ഏത്? പത്മശ്രീ കിട്ടിയിട്ടുള്ള 2026 വ്യക്തി. അപ്പൊ കണക്ട് ചെയ്താൽ നിങ്ങൾ ഏതാണ്? പ്രഭാകൃഷ്ണൻ രാജാവായി. ഏതാ പുരസ്കാരം? പത്മപ്രഭ. ഓക്കെ, കൃഷ്ണൻ ഏതാ? ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണൻ. ഓക്കെ, രാജാവായി എന്ന് പറയുമ്പോൾ രാജശ്രീ. അപ്പോൾ പ്രഭാകൃഷ്ണൻ രാജാവായി കിട്ടിയോ? അപ്പോൾ ആ രീതിയിലാണ് പത്മപ്രഭ പുരസ്കാരം കിട്ടേണ്ടത്. ഓക്കെ, JC പുരസ്കാരം നോക്കാം. JC പുരസ്കാരം നിർത്തലാക്കിയിട്ടുണ്ട് കേട്ടോ. 2025 എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പുരസ്കാരം നിർത്തലാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് കിട്ടിയേക്കുന്നത് ആരൊക്കെ? ഉപമന്യു ചാറ്റർജിയാണ്. ഉപമന്യു ചാറ്റർജിക്കാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കൃതി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്നൊക്കെയുള്ള കൃതിക്കാട്ടോ. അപ്പം വ്യക്തി ആരാ? ഉപമന്യു ചാറ്റർജി. ഏതാ പുരസ്കാരം? JCB പുരസ്കാരം. ഉപമന്യു ചാറ്റർജി കിട്ടിയല്ലോ. ആ രീതിയിലാണ് 2025 നിർത്തലാക്കിയിട്ടുണ്ട്. അവസാനത്തെ ജേതാവാണ് ആര്? ഉപമന്യു ചാറ്റർജി.
പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം 2026 പുരസ്കാരമാണ് പത്മ പുരസ്കാരങ്ങൾ. അതിൽ മനസ്സിലാക്കി വെക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത പുരസ്കാരമാണ് ഇത്. അതാണ് നമ്മുടെ ഭാരത് രത്ന എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉന്നത സിവിലിയൻ ബഹുമതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പത്മവിഭൂഷൺ. പത്മവിഭൂഷൺ 5 പേർക്കാണ് 2026 ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മലയാളികളാണ്. മലയാളി 2 പേര്. ഒന്നാമത്തത് ശ്രീ KT തോമസ്, ശ്രീ VS അച്യുതാനന്ദൻ. 5 പേർക്ക് കിട്ടിയാൽ 2 പേർ എന്ന് പറയുന്നത് മലയാളികളാണ്. അതേപോലെ തന്നെ മരണാനന്തര ബഹുമതി 2 പേർക്കുണ്ട്. അതിൻ്റെ അകത്ത് ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ VS അച്യുതാനന്ദൻ തന്നെയാണ് മരണാനന്തര ബഹുമതി. അതേപോലെ തന്നെ അടുത്ത വ്യക്തി ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, അതായത് സിനിമാ മേഖലയിലെ പ്രവർത്തനത്തിനാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയിരിക്കുന്നത്, ഈ രീതിയിൽ പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് കലാരംഗത്തെ പ്രവർത്തനമാണ്. അപ്പം കലാരംഗത്തെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് അത് മിസ് എൻ രാജം. മിസ് എൻ രാജം കണക്ട് ചെയ്തോളണ, കലാരംഗത്താണ് മിസ് എൻ രാജം. ഓക്കെ, ശ്രീ P നാരായൺ, ആ പേരും കൂടി കണ്ടു ചെയ്യുക. സാഹിത്യവും വിദ്യാഭ്യാസവും, അതായത് ഏത് മേഖലയിൽ നിന്ന് കിട്ടി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം കേട്ടോ. KT തോമസ് ആണെങ്കിൽ പബ്ലിക് അഫയേഴ്സ് ആണ്. അപ്പൊ 5 പേരുടെ പേര് കിട്ടിയോ? ഒന്നാമത്തെ കാര്യം ധർമ്മേന്ദ്ര സിംഗ് ദിയോള്, KT തോമസ്, N രാജം, P നാരായൺ, ശ്രീ VS അച്യുതാനന്ദൻ. ഇങ്ങനെ 5 വ്യക്തികൾ കിട്ടിയോ മക്കളെ? അതേപോലെ തന്നെ അതിൽ മലയാളികൾ KT തോമസും VS അച്യുതാനന്ദനും. അതേപോലെ തന്നെ മരണാനന്തരം VS അച്യുതാനന്ദനും ധർമ്മേന്ദ്ര സിംഗ് ദിയോളും. അതേപോലെ തന്നെ കണക്ട് ചെയ്യേണ്ട കാര്യം മരണാനന്തര ബഹുമതി, അതേപോലെ തന്നെ പബ്ലിക് അഫയേഴ്സ് എന്നാണ് KT തോമസ്, അതേപോലെ തന്നെ P നാരായണൻ സാഹിത്യവും വിദ്യാഭ്യാസവും എന്നുള്ള മേഖലയിൽ. നെക്സ്റ്റ് പത്മഭൂഷൺ, പത്മശ്രീ ഈ അവാർഡുകൾ കൃത്യമായിട്ട് ആ നമ്പർ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പത്മഭൂഷൺ ആണെങ്കിൽ 13 പേർക്കും, പത്മശ്രീ ആണെങ്കിൽ 113 പേർക്കും. ഓക്കെ, ആകെ പത്മശ്രീ കിട്ടിയേക്കുന്നത് 113 പേർക്ക്. ഓക്കെ, വനിതാ ജേതാക്കളാണെങ്കിൽ 19 പേരാണ്. ഓക്കെ, അതിൽ 8 മലയാളികൾക്കാണ് പത്മ അവാർഡുകൾ ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചുള്ള. ഓക്കെ, അതേപോലെ തന്നെ 16 മരണാനന്തര ബഹുമതി 2026 നൽകിയിട്ടുണ്ട്. ഇതിൽ പത്മഭൂഷൺ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് 2026 2 മലയാളികൾക്കാണ്. ആ 2 മലയാളികളെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചുള്ള. കലാരംഗത്തെ പ്രവർത്തനം ശ്രീ മമ്മൂട്ടിക്കും, അതേപോലെ തന്നെ പബ്ലിക് അഫയേഴ്സ് എന്നുള്ള വിഭാഗത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനും അവാർഡ് ലഭിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയുടെ 3ാമത്തെ ഉന്നത സിവിലിയൻ ബഹുമതി അതാണ് ഏത്? പത്മഭൂഷൺ. ഓക്കെ, പക്ഷെ പത്മശ്രീയിലേക്ക് നോക്കി. പത്മശ്രീ എന്ന് പറയുമ്പോൾ 3 പേര് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളണം. അവരുടെ മേഖലയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ശ്രീ AE മുത്തുനായകം, ശാസ്ത്രവും എഞ്ചിനീയറിംഗുമാണ് വിഭാഗം. അതേപോലെ തന്നെ ശ്രീ കലാമണ്ഡലം വിമല മേനോൻ, കലാമേഖലയിലെ പ്രവർത്തനത്തിനാണ്. ശ്രീമതി കൊല്ലകൽ ദേവകി അമ്മ, ഓക്കെ, അവരുടെ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിലാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതാണ് പ്രധാനപ്പെട്ട പത്മഭൂഷൺ, പത്മശ്രീ അവാർഡിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഇതേ രീതിയിൽ തന്നെ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ തന്നെ ഇന്ത്യയിലല്ലാതെ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങൾ. അതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ: കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ. അപ്പോൾ അവിടെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട പേരുകൾ: കേരള ജ്യോതി കിട്ടിയിരിക്കുന്നത് MR രാഘവാചാര്യർ. ഓക്കെ, രാഘവ വാര്യരാണ് കേട്ടോ, വിദ്യാഭ്യാസ മേഖല. ഓക്കെ, കേരള പ്രഭ ആണെങ്കിൽ അനീഷ് PBയും അതേപോലെ തന്നെ രാജശ്രീ വാര്യരും. ആരൊക്കെയാ? അനീഷ് PB, രാജശ്രീ വാര്യർ. അതേപോലെ തന്നെ കേരളശ്രീ പുരസ്കാരമാണെങ്കിൽ അഭിലാഷ് ടോമി, ജിലുമോൾ മാരിയറ്റ് തോമസ്, ശശികുമാർ, അതേപോലെ തന്നെ ഷഹൽ ഹസൻ, അതേപോലെ തന്നെ MK വിമൽ. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അഭിലാഷ് ടോമിക്ക്. ഓക്കെ, ആ പേരൊന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ പുരസ്കാരങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു അവാർഡിലേക്ക് നമുക്ക് പോകാം. ആ പുരസ്കാരം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബുക്കർ സമ്മാനാണ്. ഓക്കെ, ആ ബുക്കർ സമ്മാനം കിട്ടിയിരിക്കുന്ന വ്യക്തികളെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ആ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് ബാനു മുസ്താഖിനാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം 2025 ആർക്കാ കിട്ടിയിരിക്കുന്നത്? ബാനു മുസ്താഖ്. ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ബാനു മുസ്താഖ്. കൃതിയാണ് ഹാർട്ട് ലാമ്പ്. ചോദിക്കാട്ടോ. ഹാർട്ട് ലാമ്പ് അതൊരു ചെറുകഥാ സമാഹാരമാണ്. ബാനു മുസ്താഖിന്റെ കൃതിയാണ്. കന്നഡ ഭാഷയിലാണ് അത് കൃതി രചിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ആദ്യ ഇന്ത്യൻ ബുക്കർ ഗീതാഞ്ജലി ശ്രീ ആണ്. 2022 ഗീതാഞ്ജലി ശ്രീക്ക് എന്ത് കിട്ടുന്നത്? ആദ്യ ഇന്ത്യൻ ബുക്കർ എന്ന രീതിയിലുള്ള അവാർഡ് ലഭിക്കുക. ആദ്യ ഇന്ത്യൻ ബുക്കറായിട്ട് മാറുന്നത് ഗീതാഞ്ജലി ശ്രീ 2022 കേട്ടോ. പിന്നെ അടുത്തായിട്ട്
ഇന്ത്യൻ ജേതാവായിട്ടുള്ള രണ്ടാമത്തെ വ്യക്തിയാണ്. അതാണ് ഇവിടെ ആദ്യത്തെ വ്യക്തിയുടെ കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ആദ്യ ബുക്കർ ഗീതാഞ്ജലി ശ്രീ, രണ്ടാമത്താണ് ആര്യൻ, അത് ബാനു മുസ്താഖ്. ഓക്കെ, പിന്നെ കന്നഡ ഭാഷയിൽ ആദ്യത്താന്ന് മനസ്സിലാക്കി വെച്ചോളണം. കന്നഡ ഭാഷയിൽ ആദ്യത്താണ്. പിന്നെ അടുത്തായിട്ട് ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്നത് ഒരു ചെറുകഥാ സമാഹാരമാണ്. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ആരുടെ കൃതിയാന്നുള്ളത്. ഓക്കെ, ചെറുകഥാ സമാഹാരം എന്നുള്ള രീതിയിൽ ചോദിക്കാം, അതേപോലെ തന്നെ ആരുടെ കൃതിയാന്നുള്ള രീതിയിലും ചോദിക്കാം. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു കന്നഡ എഴുത്തുകാരിയാണ്. ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിക്കുന്ന ആദ്യ കന്നഡ എഴുത്തുകാരിയാണ്. പിന്നെ അടുത്തായിട്ട് രണ്ടാമത്തെ ഇന്ത്യൻ സാഹിത്യകാരിയെന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ആദ്യത്തേത് ഗീതാഞ്ജലി ശ്രീ. ഇതൊക്കെയാണ് ചരിത്ര നേട്ടങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് ഈ പുരസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അടുത്ത പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരസ്കാരമാണ്. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വിട്ടുപോകാത്ത രീതിയിലൊന്ന് ആലോചിച്ച് വെച്ചുകൊള്ളുക. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് കോഡൊന്ന് കൂട്ടത്തിലൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായി, മാധവന് വലിയ പിള്ളയായിട്ട് മാറിയില്ല. നെക്സ്റ്റ് അടുത്തായിട്ട് വയൽ എങ്ങനെയാ, വയലിൻ്റെ ചെരുവിൽ നടന്ന സമയത്ത് എന്ത് കിട്ടും, സന്തോഷം കിട്ടും അല്ല. ഓടക്കുവൽ എങ്ങനെ കാണിക്കണം, ഓടവിൽ അരവര വെള്ളത്തിൽ ആര് വീഴാണ്, ഗോപാലം വീഴാണ് അല്ല. ജ്ഞാനപീഠോ, ജ്ഞാനം കിട്ടുന്ന വിനോദത്തിലൂടെയാണെങ്കിൽ അത് വൈരം കിട്ടിയ പോലെയാണ് അല്ല. ഹരിവരാസൻ എങ്ങനെ കാണിക്കണം, ഹരി നമ്പൂതിരി ജയിച്ചു. ഇനി സരസ്വതി സമ്മാനം കിട്ടിയവർക്കാ, സാധുവിനാണ്. മുഖം എന്ത് ചെയ്തു, പ്രസന്നമായിട്ട് മാറി. പത്മപ്രഭ എങ്ങനെയാ, അത് പ്രഭാകൃഷ്ണൻ രാജാവായി. പിന്നെ അടുത്തായിട്ട് JCB ആണെങ്കിൽ ഉപമന്യു ചാറ്റർജി. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയിട്ടുള്ളത്. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ എഴുതി സൂക്ഷിച്ചുകൊള്ളുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസിൽ കാണാം. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.